ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഓണമല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിന് ഒരുപാട് പേര് ഇതേപോലെ നൈറ്റ് എടുത്തിട്ട് മെറ്റീരിയൽസ് എടുത്തിട്ട് സെയിൽ ചെയ്യുന്ന ആളുകളും ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കുള്ളൊരു വീഡിയോ ആണ്. ഓണത്തിൻ്റെ മുന്നേ തന്നെ ഇനിയുണ്ടല്ലോ ഒരു മാസം. അപ്പോൾ അതിന് 1 മാസം 2 മാസമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതേപോലെ മെറ്റീരിയൽസ് എടുത്തിട്ട് തയ്ച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് തയ്ക്കാൻ അറിയില്ല. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സാധാ നോർമൽ നൈറ്റി എങ്ങനെയാണ് നമ്മളെ അളവ് മാക്സിയിൽ നിന്ന് അളവെടുത്തിട്ട് തയ്ക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉമ്മാടെ അളവിന് ഒരു ഉമ്മാടെ മാക്സി തന്നെ അതിൻ്റെ അളവ് വെച്ചിട്ടാണ് ഡയറക്റ്റ് നൈറ്റി തുണിയിൽ നിന്ന് അളവെടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തയ്ച്ചിട്ട് കാണിച്ചു തരുന്നത്. ഇതാണ് നൈറ്റിയുടെ മെറ്റീരിയൽസ്. കണ്ട അപ്പോൾ എങ്ങനെയാണ് തുണി മടക്കുക എന്നൊക്കെ എല്ലാ കാര്യങ്ങളും A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ നീളം തുണി വരുന്നത്. 290 3 മീറ്ററിൻ്റെ തുണിയാണ് ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ്, നീളം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് മടക്കുക. ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തതോ ക്ലിയർ ആവായിക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടാക്കിയിട്ട് ആദ്യം മടക്കാം. ഒരുപാട് നീളമുള്ള കാര്യം പെട്ടെന്നുകൊണ്ട് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. കണ്ട കാണിച്ചു തരാം. ഇട്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് നമ്മൾ ആദ്യം രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ മടക്കി ഇട്ട്, അപ്പോൾ നമുക്ക് 4 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ തുണി മടക്കേണ്ട രീതി? നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തുണി മടക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ മുന്നേ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അളവ് മാക്സിയിൽ നിന്ന് അളവെടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഇതുപോലെ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓണത്തിന് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് തയ്ച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഇനി ഈ ഫോൾഡ് ചെയ്ത വരുന്ന ഈ 2 ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കും ഈ ഓപ്പൺ ഭാഗം, അതായത് ഈ ഓപ്പൺ ഭാഗം 2 3 4 ഇത് മറ്റേ സൈഡിലേക്കും കണ്ട ഇതുപോലെ ആണ് വരിക. പിന്നെ ഇവിടെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ ആക്കാം, കാരണം ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കാരണം നമുക്ക് ബാക്കും ഫ്രണ്ടും നമുക്ക് കഴുത്ത് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു അളവ് മാക്സി എടുക്കുക.
ഇതാണ് ഇതിൻ്റെ അളവ് മാക്സിട്ട. ഇതൊക്കെ ആകുന്നില്ല, നിവർത്തിടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒഴിവാക്കുന്നത്. അപ്പം ഇനി നമ്മളിതിങ്ങനെ ആക്കിയിട്ട് ഇട്ട് ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ എന്നുള്ളത് നമ്മൾ ഈ ഒരു അളവ് മാക്സിയുടെ മുകളിൽ നമ്മൾ അളവ് എടുക്കുക. ഇങ്ങനെ നിവർത്തിയിടുക. നിവർത്തിയിട്ടിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം മുതൽ അറ്റം വരെ, അതായത് നമ്മുടെ ഇതിൻ്റെ ഇത് എത്രയാണോ നോക്കുക. അപ്പോൾ എനിക്കിത് കിട്ടിയിട്ടുള്ളത് 50 കിട്ടിയിട്ടുള്ളത്. 50 കൂടെ 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 52 50 എനിക്ക് ടോട്ടൽ ഇറക്കം വന്നിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് പോയിട്ട് ഇവിടെ മടക്കും, അതുപോലെ അവിടെ നമുക്ക് ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് 50, അതിൽ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 52. അപ്പോൾ അത് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ലെങ്ത്ത് 52 വരുന്നത് കേട്ടോ. അമ്പത്തൊന്ന് 52 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത്. ഇനി നമുക്ക് വേണ്ടത് എന്താ വേണ്ടത്, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുത്തിൻ്റെ വട്ടം നമുക്ക് എടുക്കാം. അതായത് ഇവിടുന്ന് ഇവിടെ മുതലുള്ളതാണ് നമ്മുടെ കഴുത്തിൻ്റെ വട്ടം. അപ്പോൾ ഇത് ഫുള്ളാണ് നമ്മളിങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പകുതിയാണ് നമുക്കിതിൻ്റെ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വട്ടം നമുക്ക് വരുന്നത് ഒന്നുകിൽ ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് നമ്മളിത് നോക്കുക. അപ്പോൾ 6 കഴുത്തിൻ്റെ വട്ടം വരുന്നത് കണ്ട. അപ്പോൾ 6ൻ്റെ പകുതി എത്രയാണ് വരുന്നത്? 3. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, കഴുത്തിൻ്റെ വട്ടം 3 അടയാളപ്പെടുത്തുക. 3 അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഇറക്കം വേണ്ടത് ഫ്രണ്ടാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗത്തെ ഇറക്കം, അതായത് ഈ ഒരു കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് എത്രയാണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ വരെയാണ് ഈ ഒരു സൂചി കുത്തിയ വരെയാണ് നമ്മൾ ഇറക്കാൻ നോക്കുക. അപ്പോൾ ഇതിവിടെ ഇതുപോലെ വെക്കുക, എന്നിട്ട് ഇവിടെ വരെ. അപ്പോൾ ഒരു 5 5 നമുക്ക് ഇറക്കം വന്നിട്ടുള്ളത്. ആ 5 നമ്മൾ ഈ ഒരു ഇതിൽ 5 അടയാളപ്പെടുത്തുക. ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമ്മളിതുപോലെ ഇങ്ങോട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഫ്രണ്ട് കഴുത്തിൻ്റെ വട്ടും ഇറക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണ്. മനസ്സിലായവർ മനസ്സിലായി എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് കഴുത്തിൻ്റെ വട്ടും നമുക്ക് കിട്ടി, കഴുത്തിൻ്റെ ഇറക്കും നമുക്ക് കിട്ടി. ഇനി നമ്മൾ നോക്കുന്നത് ഷോൾഡറാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ കൈയിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ജോയിൻ വരുന്ന ഭാഗം, അത് എവിടെയാണോ നോക്കുക, അവിടുന്ന് ഇവിടം വരെ ഉള്ള നമ്മുടെ ഇത്, അതായത് ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ളത് 4.25 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അല്ല 4.25. അപ്പോൾ ഷോൾഡർ നമ്മൾ എന്ത് ചെയ്യുക,
ഒരു 4:45 നമ്മളിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തുക. അങ്ങനെ കഴുത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ, കഴുത്തിൻ്റെ വട്ടത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഷോൾഡർ വരെ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7.5 കിട്ടുക. അതായത് ഇതാണ് ഇവിടെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 7.5 നമുക്ക് കിട്ടുക. അപ്പോൾ അവിടുന്ന് നമ്മൾ നോക്കണില്ല, ഈ കഴുത്തിൻ്റെ ഇവിടുന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു 4.5. ഇനി നമ്മൾ നോക്കാൻ പോണത് കൈ കുഴിയാണ് നോക്കാൻ പോണത്. ഇതാണ് നമ്മുടെ കൈക്കുഴി. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ നോക്കുക. ഇവിടുന്ന് വെച്ച് അപ്പോൾ 6.5 നമ്മുടെ കൈക്കുഴി വരുന്നത്. അപ്പം അത് നമ്മളിവിടെ അടയാളപ്പെടുത്തുക. കണ്ട 6.5 നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തുക. നേരെ അങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പം അത് ഓക്കെ. എന്നിട്ട് അവിടെ ഒരു ഇഞ്ച് ഇതായിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒരു കർവ് പോലെ നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കൈക്കുഴി അവിടെ ശരിയായിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ചു കൊടുക്കുക. നമ്മുടെ ചെസ്റ്റ് ഭാഗം ഇവിടുന്ന് ഇവിടം വരെയാണ് നമ്മുടെ ചെസ്റ്റ്. അപ്പം നമുക്ക് ചെസ്റ്റ് കിട്ടിയിട്ടുള്ളത് 20 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 20ൻ്റെ പകുതിയാണ്, അതായത് ഇത് ഫുള്ളാണ് നമ്മളിത് ഇട്ടിട്ടുള്ളത് മടക്കിയിട്ടാണ്. അപ്പം നമുക്ക് ഇതേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് മടക്കിയിട്ടത് കൊണ്ട് ഇതിൻ്റെ പകുതിയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അത് നമ്മൾ നേരെ നിവർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടിയത് എത്രയാണോ അത് നമ്മൾ ഇതിൽ ചേർത്താൽ മതി. ഇത് നമ്മൾ തുണി മടക്കിയിട്ട കാരണം ഇത് ഫുള്ള് അളവെടുക്കുക. അപ്പോൾ ഫുള്ള് അളവെടുത്തിട്ട് 20 നമുക്ക് കിട്ടി. അതിൻ്റെ പകുതി 10, 10ൽ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ നമുക്ക് എത്ര 12. മനസ്സിലായില്ലേ? അപ്പം അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. 12ൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് 10 നമുക്ക് കിട്ടിയിട്ടുള്ളത്. 12ൽ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തത് നല്ലപോലെ തന്നെ വേണം തുണി. ഇനി നമ്മൾ നമ്മുടെ ഹിപ്പ് ഭാഗം ഉണ്ട്. ഹിപ്പ് ഭാഗം ഇവിടെ നമ്മളുണ്ട്. അതും നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത് 20ന് കുറച്ചും കൂടെ ഇറക്കിയിട്ട് നമുക്കൊരു 21 കിട്ടിയിട്ടുള്ളത്. 21ൻ്റെ പകുതി എത്ര വരിക? അതായത് ഇത് 21. അതിൻ്റെ പകുതി എടുക്കാൻ ഇങ്ങനെ ടേപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത്, 10.5, ആ 10.5ൽ കൂടെ 2 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അപ്പം എത്ര 12.5 നമുക്ക് കിട്ടും. ആ 12.5 നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. ആദ്യം 10.5 അടയാളപ്പെടുത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 12 അടയാളപ്പെടുത്തി കൊടുക്കുക. കണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മാക്സിയിൽ വരുന്നുള്ളൂ. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അറ്റം വരെ നമ്മൾ ഇതാക്കിയിട്ട് കൊടുക്കുക.
വെട്ടാനൊരു പേടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ മടക്കിയിടുക. എന്നിട്ട് നിങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് കൺഫ്യൂഷൻ തീർന്നതിന് ശേഷം മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതി. കണ്ടോ, ലൂസും കൂടെയാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളിത് നോക്കണ്ട, ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം തന്നെയാണ് കിട്ടുക. കണ്ട, ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതായത് ഞാൻ ഒന്നും കൂടെ പറയാം. കഴുത്തിൻ്റെ വട്ടെടുക്കുക, കഴുത്തിൻ്റെ ഇറക്കെടുക്കുക, നമ്മൾ ഷോൾഡർ എടുക്കുക, കൈക്കുഴി എടുക്കുക, ചെസ്റ്റ് എത്രയാണോ നമുക്ക് കിട്ടി അതിൻ്റെ പകുതി എടുത്തിട്ട് അതിൽ കൂടെ 2 ഇഞ്ച് കൂട്ടുക. അതുപോലെ തന്നെ ഹിപ്പും അത് എത്രയാണോ കിട്ടിച്ചെങ്കിൽ അതിൽ കൂടെ 2 ഇഞ്ച് കൂട്ടുക. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ഇനി നമ്മളിവിടെ ഓപ്പൺ അല്ലല്ലോ, അപ്പോൾ ഞാനിത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഒരു വെട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു വെട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്ക് വട്ടം നമുക്കറിയാലോ, ഫ്രണ്ട് വട്ടം തന്നെയാണ് നമ്മൾ ബാക്കിൽ കൊടുക്കുക. ബാക്ക് വട്ടം 3 കൊടുക്കുന്നുണ്ട്. ഇറക്കം നമ്മൾ ഫ്രണ്ട് 5.5 കൊടുത്ത് വെച്ചെങ്കിൽ ബാക്ക് നമുക്കൊരു 3.5 മതി. അപ്പോൾ നമുക്കതൊരു വരുത്താണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇതൊക്കെ നമ്മൾ വെട്ടി. അപ്പോൾ ഞാൻ ക്യാൻവാസിലാണ് ഞാനിത് അടിച്ചിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ് ഇല്ല, ഇന്ന് കട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കൈ വേണമല്ലോ. അപ്പോൾ കൈക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതാണ് നമ്മുടെ കൈ വരുന്നത്. അല്ലെങ്കിൽ കൈ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അളവെടുക്കാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവാണ് എടുക്കുന്നത്. 8 ഇങ്ങോട്ട് വരുന്നത്. അത് നടക്കില്ല. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് അത് നമുക്ക് ലാസ്റ്റ് കൈ ഇതാക്കാം കേട്ടോ. അത് നമുക്കിത് വെട്ടി മാറ്റട്ടെ.
കൈ അത് പിന്നീട് ഇതാക്കാം. അപ്പം ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഇത്. ഇനി നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ക്യാൻവാസ് വെക്കുക. ക്യാൻവാസിൽ ആദ്യം കഴുത്ത് ഇതാക്കിയിട്ട് വരച്ചിട്ടൊക്കെ വേണം നമ്മളിവിടെ സെൻറ്ററിൽ കഴുത്ത് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇതാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറയണത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെ കമൻറ്റും കൂടെ കേൾക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും അതെല്ലാവരും അതേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തർ കമൻറ്റാണ് നോക്കുക. അപ്പോൾ കമൻറ്റിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ നമുക്ക് വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യാനൊക്കെ തോന്നുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കയ്യിൻ്റെ അളവും അതുപോലെ തന്നെ ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് കഴുത്തടിക്കുക എന്നതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.